ഹലോ ഗായ്സ്, ഇന്ന് നമ്മളുടെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് അത്തം ഒന്നിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പിയാണ് വെളുത്തുള്ളി അച്ചാർ. തനി നാടൻ സ്റ്റൈലിലൊരു വെളുത്തുള്ളി അച്ചാർ നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമ്മളൊരു പാൻ ചൂടാക്കാൻ വെക്കുക. ആ പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുകാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ ടൈമിൽ നമ്മളുടെ തീയുടെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആ മുളക് പൊടി ഇടുന്ന ടൈമിൽ അത് നന്നായിട്ടൊന്ന് തീ കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ടൈമിൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വിനെഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വിനെഗർ നമ്മുടെ അച്ചാറിന് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള, അതായത് വെള്ളം വാർന്നിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പോ അല്ലെങ്കിൽ വിനെഗറോ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മൾ ലാസ്റ്റ് അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കായംപൊടിയാണ്. കായംപൊടി ആവശ്യത്തിന് ചേർക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ ഇതിലേക്ക് കുറച്ച് ടൈമിന് ശേഷം നമുക്ക് ഉപ്പും അതുപോലെ നമ്മുടെ വിനെഗറൊക്കെ ഇതിലേക്ക് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മുടെ തനി നാടൻ സ്റ്റൈലിൽ ഉള്ള വെളുത്തുള്ളി അച്ചാർ റെഡിയാവും. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. Thank you.